അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാഹ്. ബദറിൻ തീരം ചരിത്ര കഥകൾ എന്ന മനോഹരമായ ഈ ഒരു മജ്ലിസിലൂടെ, ഈ ഒരു സദസ്സിലൂടെ ഇസ്ലാമിക ചരിത്രങ്ങളിലൂടെ ഒരു സഞ്ചാരമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അൽഹംദുലില്ലാഹ്, മുത്തുനബി തങ്ങളുടെ മുഹറവുമായി ബന്ധപ്പെട്ട മുഹറം മാസത്തിൽ, പരിശുദ്ധമായ ഹിജ്റയുമായി ബന്ധപ്പെട്ട മുഹറം മാസത്തിൽ മദീനയുടെ വിശേഷങ്ങളാണ് നമ്മൾ കഥയിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, കേൾക്കുന്നത്, നമ്മളൊക്കെ ഒരുപാട് പോകാൻ ആഗ്രഹിക്കുന്ന മദീന. ആ മദീനയുടെ പരിസരത്തുള്ള കുറേ പള്ളികളുണ്ട്, പ്രധാനപ്പെട്ട കുറച്ച് പള്ളികൾ. ആ പള്ളികളുടെ പിന്നിലുള്ള കഥകൾ എന്താണ്, ആ പള്ളികൾ അവിടെ വരാനുള്ള കാരണം എന്താണ്, ആ പള്ളികൾ നമ്മോട് പറഞ്ഞു തരുന്ന ചരിത്രം എന്താണ് എന്നൊക്കെയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെയൊക്കെ പോകാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. അവിടെ പോകുമ്പോൾ ഈ കഥകളൊക്കെ മനസ്സിലേക്ക് ഓർമ്മ വരണം. ഇന്ന കഥ, ഇന്ന പള്ളി, ഇന്ന കഥയാണല്ലോ, ഇന്ന സംഭവമാണല്ലോ, നമുക്ക് ഓർമ്മ വരണം. അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ആദ്യമായി നമ്മൾ പറയുന്നത് പള്ളിയിൽ, മദീനത്തെ പള്ളികൾ, ഒന്നാമത്തെ പള്ളി മസ്ജിദുൽ ഗമാമയാണ്. ആദ്യമായി ചർച്ച ചെയ്യുന്ന മസ്ജിദുൽ ഗമാമ എന്നൊരു പള്ളിയുണ്ട്. അതായത് മസ്ജിദുൻ നബവിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള പള്ളിയാണ്. അവിടെ അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് തവണ മഴയെ തേടി നമസ്കരിച്ചിട്ടുണ്ട്. ഗമാമ എന്ന് പറഞ്ഞാൽ കാർമേഘം എന്നാണ്. മുത്തുനബി തങ്ങൾ മഴയെ തേടി ഒരുപാട് അധികരിച്ച സമയങ്ങളും നമസ്കരിച്ചിട്ടുള്ളത് ആ സ്ഥലത്ത് വന്നിരുന്നാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പള്ളി വന്നു. അവിടെ മസ്ജിദുൽ ഗമാമ, കാർമേഘത്തിന്റെ പള്ളി എന്ന പേര് കാണാം. അതുമാത്രമല്ല, ആ പള്ളിയിൽ നജ്ജാശി രാജാവ് മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മയ്യത്ത് നമസ്കരിച്ചതും ആ പള്ളിയിലാണ് എന്ന് നമുക്ക് കാണാം. അതുപോലെ മറ്റൊരു പള്ളിയാണ് മസ്ജിദുൽ ഖുബ. നമ്മൾ ഹിജ്റയുടെ ചരിത്രം പറഞ്ഞപ്പോൾ ഖുബയുടെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് തറക്കല്ലിട്ട് മുത്തുനബി തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് വരുന്ന വഴിയിൽ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്ത് അള്ളാഹുവിന്റെ പ്രവാചക നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റയുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദുൽ ഖുബ. അതുകൊണ്ട് തന്നെ ആ പള്ളിയിൽ ഒരാൾ വീട്ടിൽ നിന്നും ഒളു ചെയ്ത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളീയരെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ താമസിക്കുന്ന മുറിയിൽ നിന്ന് ഒളു ചെയ്ത് നല്ല നിയ്യത്തോടുകൂടി ആ മസ്ജിദുൽ ഖുബയിൽ പോയി 2 റക്അത്ത് നമസ്കരിച്ചാൽ അവന് പരിപൂർണമായ ഒരു ഉംറയുടെ കൂലിയുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാത്രമല്ല, നബി തങ്ങൾ അധികരിച്ച സമയങ്ങളും ഖുബായിലേക്ക് പോകാൻ നബി തങ്ങൾ പിന്നീടും മസ്ജിദുൽ ഖുബയിലേക്ക് പോവായിരുന്നു. അത് പരിശുദ്ധമായ ശനിയാഴ്ച ദിവസങ്ങളിൽ, എല്ലാ ശനിയാഴ്ചകളിലും, അധികരിച്ച ശനിയാഴ്ച ദിവസങ്ങളിലും നബി തങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ഖുബായിൽ പോകുമായിരുന്നു എന്നാണ്. അള്ളാഹു അവിടേക്കൊന്ന് പോയി കാണാൻ ഭാഗ്യം തരട്ടെ. അൽഹംദുലില്ലാഹ്. മറ്റൊന്നാണ് മസ്ജിദുൽ ജുമുഅ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ എത്തുന്ന നബി തങ്ങൾ ആദ്യമായി ജുമുഅ നമസ്കരിച്ച ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു പള്ളി ഉണ്ടായി. ആ പള്ളിയാണ് മസ്ജിദുൽ ജുമുഅ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി മറ്റൊരു പള്ളിയാണ് മസ്ജിദുൽ ഷജറ. മദീനയുടെ ചുറ്റുവട്ടത്തുള്ള പള്ളികളാണ്. മസ്ജിദുൽ ഷജറ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിക്ക സമയങ്ങളിലും ഒരു ആശ്വാസത്തിന്, ഒരു സന്തോഷത്തിന്, ഒരു സമാധാനത്തിന് ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ പോയി ഇരിക്കുമായിരുന്നു. അവിടെ നമസ്കരിക്കുമായിരുന്നു, അവിടെ കിടക്കുമായിരുന്നു, അവിടെ വിശ്രമിക്കുമായിരുന്നു. ആ മുത്തായ തങ്ങൾ കിടന്ന ഭാഗത്തൊരു പള്ളി വന്നു. അതാണ് മസ്ജിദുൽ ഷജറ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ മറ്റൊരു പള്ളിയാണ് മസ്ജിദുൽ ഖിബ്ലത്തൈൻ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദ്യമായി വിവരം കിട്ടിയപ്പോൾ, വഹ്യ് കിട്ടിയപ്പോൾ മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞു നമസ്കരിക്കാനാണ് പറഞ്ഞത്. ആ മസ്ജിദുൽ അഖ്സയിൽ നിന്നും നബി തങ്ങളെ കഅബയിലേക്ക് മാറ്റിയ ഒരു സ്ഥലമുണ്ട്. ആ നമസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലം ഈ പള്ളിയിലാണ്. അതാണ് മസ്ജിദുൽ ഖിബ്ലത്തൈൻ. 2 കിബിലകളുള്ള സ്ഥലമെന്നാണ്. അവിടെ പോകുമ്പോൾ ആ മുകളിലായിട്ട് 2 കിബിലയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇന്ന് പോകുമ്പോഴും കാണാം. ഇവിടെ ആദ്യത്തെ കിബിലയും രണ്ടാമത്തെ കിബിലയും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു അതൊക്കെ പോയെന്ന് കാണാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. അതുപോലെ മസ്ജിദുൽ ഇജാബ, മറ്റൊരു പള്ളിയാണ് മസ്ജിദുൽ ഇജാബ. ഇജാബ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില സ്ഥലങ്ങളിലൊക്കെ പോയി നിസ്കരിക്കും, ദുആ ചെയ്യും. ഈ സ്ഥലത്ത് പോയിട്ട് മുത്തുനബി തങ്ങൾ 3 കാര്യങ്ങൾ എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു. അതിൽ 2 കാര്യത്തിന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മറുപടി കൊടുത്തു. ഒന്നിന് മാത്രം മറുപടി കിട്ടിയില്ല. ഏതൊക്കെയാണ്? അത് ഹദീസിൽ കാണാം. ഒന്നാമത്തേത്, പടച്ചവനെ, എന്റെ ഉമ്മത്തിനെ കോലം മറിക്കുന്നതിനെ തൊട്ട് നീ കാക്കണേ അല്ലാ. മറ്റു വിഭാഗത്തെ
ആദ് സമൂഹത്തെയും ഹൂദ് സമൂഹത്തെയും സ്വാലിഹ് സമൂഹത്തെയും അലൈഹിമുസ്സലാത്തു വസ്സലാം ആ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകളെ മനുഷ്യനെ കോലം മറിക്കുമായിരുന്നു ശിക്ഷയായി. അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചു, പടച്ചവനെ എൻ്റെ ഉമ്മത്തിലെ ഒരാളെയും ഈ കോലം മറിക്കരുത്. മുത്തുനബി തങ്ങൾക്ക് അതിന് ഉത്തരം കൊടുത്തു. രണ്ടാമത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത്, പടച്ചവനെ എൻ്റെ ഉമ്മത്തിൽ ഒരാളെയും ഭൂമി വിഴുങ്ങരുത്. മുൻകഴിഞ്ഞു പോയ സമുദായങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ ഭൂമി വിഴുങ്ങൽ അവർക്കൊരു ശിക്ഷാ നടപടിയായിരുന്നു. പക്ഷേ എൻ്റെ ഉമ്മത്തിൽ ഒരാളെയും അള്ളാഹുവെ ഭൂമി വിഴുങ്ങുന്ന ആ ഒരു അപായം, ആ ഒരു അപകടം, ആ ഒരു ശിക്ഷ നീ വിധിക്കരുത് എന്ന് റബ്ബിനോട് ദുആ ചെയ്തു. റബ്ബ് കബൂലിയത്ത് നൽകി. മൂന്നാമത് മുത്തനബി തങ്ങൾ ദുആ ചെയ്ത, പടച്ചവനെ എൻ്റെ ഉമ്മത്ത് ഖിയാമത്ത് നാൾ വരെ ഒറ്റ സമൂഹമായി, ഒറ്റ വിഭാഗമായി അള്ളാഹുവെ ഐക്യപ്പെട്ടു പോകണമെന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തു. പക്ഷേ അതിനുത്തരമായി ജിബ്രീൽ ഇറങ്ങി വന്നില്ല എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് ഒരുമയോടെ ഐക്യത്തോടെ ജീവിക്കാൻ വലിയ ഭാഗ്യം തന്നനുഗ്രഹിക്കുമാറാകട്ടെ. ആ സ്ഥലത്തൊരു പള്ളി വന്നു. അതാണ് മസ്ജിദുൽ ഇജാബ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലമെന്ന് കാണും. അതുപോലെ മറ്റൊരു പള്ളിയാണ് മസ്ജിദുൽ അബൂദർ. അബൂദർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 റക്അത്ത് അവിടെ നമസ്കരിച്ചു. എന്നിട്ട് സുദീർഘമായി ദുആ ചെയ്തു. എന്നിട്ട് മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളോട് പറഞ്ഞു, എനിക്കിത് സന്തോഷമുള്ള സ്ഥലമാണ്, ഇത് മുബാറക്കായ സ്ഥലമാണ്, ഇത് റബ്ബ് അറിയിച്ചു തന്ന സ്ഥലമാണ്. എന്തേ കാരണം? ഞാൻ ഇവിടെ നമസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ എനിക്ക് പരിശുദ്ധമായ ഒരു ആയത്തിറങ്ങി, ഒരു അല്ലാഹുവിന്റെ ജിബ്രീൽ പറന്നിറങ്ങി. എന്നിട്ട് പറഞ്ഞു, മൻ സ്വല്ല സ്വലാത്തൻ അലയ്യ മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി അശറ സ്വലാ. ഒരാൾ എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ മേൽ 10 സ്വലാത്ത് മലക്കുകൾ അല്ല ചൊല്ലുമെന്ന ഈ ഹദീസ്, ഈ ആയത്ത്, ഈ അത്ഭുതം ഇറങ്ങിയത് ഈ സ്ഥലത്താണ്. ഈ സ്ഥലത്താണ് ഈ ഹദീസ് ഇറങ്ങിയത്. ജിബ്രീൽ അറിയിച്ചു കൊടുത്ത സ്ഥലമാണ്. അവിടെ ഒരു പള്ളി വന്നു. അതാണ് മസ്ജിദുൽ അബൂദർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ ഒന്നാണ് മസ്ജിദു സബ്അ, 7 പള്ളികൾ. ഏതാണത്? നമുക്ക് ചരിത്രങ്ങൾ ഇതൊക്കെ നമ്മൾ ഉംറയ്ക്ക് പോകുമ്പോൾ അമീറന്മാരോട് ചോദിക്കണം. ചില ഗ്രൂപ്പുകൾ പറയാറില്ല, അറിയിക്കാറില്ല. നമ്മൾ ചോദിച്ച് പഠിക്കണം. ആയുസ്സിൽ ചില ഒരിക്കലൊക്കെ അല്ലേ ഉംറയ്ക്ക് പോകാൻ നമുക്ക് ഭാഗ്യം ഉണ്ടാവുള്ളൂ. അള്ളാഹു ഭാഗ്യം തരട്ടെ. എല്ലാ തവണയും എല്ലാ മാസങ്ങളിലും പോകുന്നവരുണ്ട്. അള്ളാഹു അതിനൊക്കെ ഭാഗ്യം തരട്ടെ. പിന്നെ പ്രിയമുള്ളവരെ, മസ്ജിദ് സബഅ എന്ന് പറഞ്ഞാൽ ബദറിന്റെ മണ്ണിലും ഉഹദിന്റെ മണ്ണിലും പരാജയപ്പെട്ടു പോയ ശത്രുക്കൾ അടങ്ങിയിരുന്നില്ല. അവർ ഇസ്ലാമിനെ എങ്ങനെയെങ്കിലും തകർക്കണമെന്ന ചിന്ത കടന്നു വന്നു. അങ്ങനെ അവർ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി കടന്നു വരാൻ അങ്ങനെ ഒരു യുദ്ധം പ്രഖ്യാപിക്കുന്നു. ഖന്തക് എന്നാണ് യുദ്ധത്തിന്റെ പേര്. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളെ ചരിത്രങ്ങളൊക്കെ നമുക്ക് പറയാം. അപ്പൊ എന്തുണ്ടായി? മഹാനായ സൽമാൻ ഫാരിസി റളിയല്ലാഹു തആല അൻഹു സ്വഹാബത്തിനോട് മുത്തുനബി തങ്ങളോട് പറഞ്ഞു, നബിയെ, എന്റെ നാട്ടിൽ ഒരു യുദ്ധതന്ത്രമുണ്ട്. അതിവിടെ എങ്ങും ഇതുവരെ ആരും പ്രയോഗിച്ചിട്ടില്ല. എന്താണ്? വലിയ കിടങ്ങൾ കുഴിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ആഴത്തിൽ വീതിയിൽ ഭൂമിയെ ഭിത്തിയെ ഇങ്ങനെ തുരക്കുക, വഴി ഇങ്ങനെ വിശാൽ, നമ്മുടെ ഭാഷ പറഞ്ഞാൽ റോഡില്ലേ, ആ റോഡിനെ നേരെ താഴ്ത്തുക എന്ന് പറഞ്ഞാൽ 2 സൈഡ് നടുക്ക് കുഴി പോലെ കിടങ്ങ് കുഴിക്കുക, ചാല് കീറുക വീതിയിൽ. ഒരാൾക്ക് ചാടിയാൽ, കുതിരക്ക് ചാടിയാൽ ഇപ്പുറത്ത് വരാൻ കഴിയില്ല. അങ്ങനെ ചെയ്താൽ ശത്രുക്കൾ വരൂല. മദീനയുടെ ഭൂപ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം 3 വശവും ഈത്തപ്പഴവും, ഒരു വശം വിശാലമായി കിടക്കാണ്. അപ്പൊ ആ വിശാലമായ സ്ഥലത്തൂടെ അവർ ശത്രുക്കൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ കിടങ്ങ് കുഴിക്കാം. സ്വഹാബത്ത് അങ്ങനെ തയ്യാറായി. അങ്ങനെ 2 കിലോമീറ്റർ നീളവും 5 കിലോമീറ്റർ വീതിയും 3 കിലോമീറ്റർ ആഴവുമായി സ്വഹാബത്ത് കുഴിച്ചു. വിശപ്പ് സഹിച്ച് വയറ്റിൽ കല്ല് കെട്ടി വെച്ചിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകരും സ്വഹാബത്തും ആ കിടങ്ങ് കുഴിച്ചത്. അത്രമാത്രം ദീനിന് വേണ്ടി വലിയ ത്യാഗം അനുഭവിച്ചവരാണ് അസ്ഹാബുൻ നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ 4000-ൽ പരം കാലാൾപ്പട ശത്രുക്കൾ കടന്നു വന്നു. 4000-ൽ പരം ആളുകൾ കടന്നു വന്നു. 300-ൽ പരം കുതിരകൾ ഉണ്ടായിരുന്നു, 1500-ൽ പരം ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു. അവരെല്ലാം കടന്നു വന്നപ്പോൾ ജീവിതത്തിൽ ശത്രുക്കൾ കാണാത്തൊരത്ഭുതം, വലിയ കിടങ്ങ്, ഒരു നിലയ്ക്കും ചാടി കിടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സ്വഹാബത്തിനെ ആക്രമിക്കാൻ കഴിയാതെ വന്നപ്പോൾ മദീനയ്ക്ക് ഈ നാട്ടുകാർ ഉപരോധം ഏർപ്പെടുത്തി. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വഹാബത്തിന് വലിയ ബുദ്ധിമുട്ടായി. അങ്ങനെ മുത്തുനബി തങ്ങൾ ഖന്തക്കിൽ ഉയർന്നൊരു ഭാഗത്ത് കയറി ദുആ ചെയ്തു. തിങ്കൾ, ചൊവ്വ, ബുധൻ 3 ദിവസം അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു. ബുധനാഴ്ച ളുഹർ കഴിഞ്ഞ് അസ്റിന് മുമ്പായി അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു ഉത്തരം നൽകി. ഫഅർസൽനാ അലൈഹിം റീഹൻ വജുദൂദൻ ലം തറൗഹാ വകാന അല്ലാഹു ബിമാ തഅമലൂന ബസീർ. ശക്തമായ കാറ്റ് നൽകി അവർ ഉപരോധിച്ചു.
അങ്ങനെ അന്ന് മുതൽ നബി തങ്ങൾക്ക് എന്തെങ്കിലും സങ്കടം വന്നാൽ, വിഷമം വന്നാൽ അവിടെ വന്ന് ദുആ ചെയ്യും. അവിടെ ഒരു പള്ളി വന്നു. ആ പള്ളിക്ക് മസ്ജിദുൽ ഫത്ഹ് എന്നാണ് പറയുക. സ്വഹാബത്ത് നബി തങ്ങളുടെ വഫാത്തിന് ശേഷവും സ്വഹാബത്തിന് എന്തെങ്കിലും സങ്കടം വന്നാൽ, പ്രശ്നം വന്നാൽ, പ്രയാസം വന്നാൽ ആ പള്ളിയിൽ പോയി ദുആ ചെയ്യും. ഇന്നും ആ പള്ളി അവിടെ കാണാം. ഉംറയ്ക്ക് പോകുമ്പോൾ ഖന്തഖ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് ഈ മസ്ജിദുൽ ഫത്തഹിൽ കയറി 2 റക്അത്ത് നമസ്കരിച്ച് ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ പള്ളിക്ക് ചുറ്റും മറ്റു ചില പള്ളികൾ കാണാം. മസ്ജിദുൽ സൽമാൻ അൽ ഫാരിസി, മസ്ജിദുൽ അബൂബക്കർ, മസ്ജിദുൽ ഉമർ, മസ്ജിദുൽ അലി, മസ്ജിദുൽ ഫാത്തിമ, മസ്ജിദുൽ ഉസ്മാൻ, അങ്ങനെ 6 പള്ളിയും മസ്ജിദുൽ ഫത്തഹാന 7 പള്ളി. അതാണ് മസ്ജിദുൽ സബ്അ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന് ചരിത്രങ്ങളിൽ കാണാം. ഇനി മറ്റൊന്നാണ് മസ്ജിദുൽ ബനി ഹറ. അതായത് അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും പട്ടിണി കിടന്നിട്ടുണ്ട്. പട്ടിണി കിടന്നപ്പോൾ മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു മുത്തുനബി തങ്ങളോട് പറഞ്ഞു, നബിയെ ഇന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാം. ആ നബി സ്വഹാബത്തിനെയും കൂട്ടി വന്നു. വീട്ടിലൊന്നുമില്ല, ചുരുക്കി പറഞ്ഞുതരാം. അപ്പൊ അവിടെ ജാബിർ റളിയല്ലാഹു അൻഹു വീട്ടിലുണ്ടായിരുന്ന ചെറിയൊരു ആടിനെ അറുത്തിട്ട് നബി തങ്ങൾ സ്വഹാബത്തും വിശാലമായി കഴിച്ചൊരു സംഭവം നമുക്കുണ്ട്. മറ്റൊരു ചരിത്രത്തിൽ പറയാനുണ്ട് നബി തങ്ങൾ സ്വഹാബത്തും എന്ന വിഷയത്തിൽ. നമുക്കത് പറയാനുള്ളത് കൊണ്ടാണ് ഞാൻ വേഗത ചുരുക്കി പറഞ്ഞത്. അങ്ങനെ നബി തങ്ങൾക്കും സ്വഹാബത്തിനും വിഭവസമൃദ്ധമായ ഭക്ഷണം അള്ളാന്റെ ബറക്കത്ത് കൊണ്ട് ആടിനെ അറുത്ത് സദ്യ ഉണ്ടാക്കിയ സൽക്കരിച്ച വീടായിരുന്നു ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്. ആ വീട്ടിൽ ഒരു പള്ളി വന്നു. അതാണ് മസ്ജിദ് ബനി ഹറം എന്ന് കാണാം. മറ്റൊന്നാണ് മസ്ജിദുൽ അഖീഖ് എന്ന് പറഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമായിരുന്നു, അൽ അഖീഖ് താഴ്വര ബറക്കത്തുള്ളതാണ്. കാരണം നബി തങ്ങൾ ഒരിക്കൽ അഖീഖ് താഴ്വരയിൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്നലെ ഒരാൾ എൻ്റെ അടുത്ത് വന്നു, ഇവിടെ 2 റക്അത്ത് നമസ്കരിക്കാൻ പറഞ്ഞു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇത് മുബാറക്കായ സ്ഥലമാണ്. ഇത് പറഞ്ഞതിന് ശേഷം ഉമർ തങ്ങൾ റളിയല്ലാഹു തആല പറഞ്ഞു, എപ്പോഴും അതുവഴി പോയാലും അവിടെ കയറി നമസ്കരിക്കുമായിരുന്നു. അതുകൊണ്ട് മസ്ജിദുൽ ഉർവ എന്നും മസ്ജിദുൽ അഖീഖ് എന്നുമൊക്കെ ആ പള്ളിക്ക് പേരുണ്ട്. ഇനി മറ്റൊന്നാണ് മസ്ജിദുൽ ബഗ്ല. മസ്ജിദുൽ ബഗ്ല എന്ന് പറഞ്ഞാൽ, അതായത് ഇന്ന് നമ്മൾ പോയാൽ ജന്നത്തുൽ ബഖീഇന്റെ കിഴക്കു ഭാഗത്ത് സിത്തീൻ ജംഗ്ഷൻ എന്നൊരു ജംഗ്ഷൻ ഉണ്ട്. സിത്തീൻ ജംഗ്ഷൻ അത് കഴിഞ്ഞ് മലിക് അബ്ദുൽ അസീസ് റോഡിൽ കടന്നാൽ വലതുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പള്ളിയാണ് മസ്ജിദുൽ ബഗ്ല. അതായത് ബഖീഇന്റെ കിഴക്കു ഭാഗത്ത് സിത്തീൻ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ആ മലിക് അബ്ദുൽ അസീസ് റോഡ് അത് കടന്നാൽ വലതുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പള്ളിയാണ് ബഗ്ല. നബി ഇവിടെ ഒരു പാറയിൽ ഇരുന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു മസ്ഊദ് തങ്ങളോട് ഖുർആൻ ഓതാൻ പറഞ്ഞു. ഇബ്നു മസ്ഊദ് തങ്ങൾ പരിശുദ്ധമായ നിസായിലെ 41-ാമത്തെ ആയത്ത് ഓതി, ഫകൈഫ ഇദാ ജിഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഅനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. ഇത് കേട്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഹസ്ബി യാ മസ്ഊദ്, മതി ഓതിയത് മതി. നബി തങ്ങൾ കരഞ്ഞു എന്നാണ്. അങ്ങനെ ഇരുന്ന് കരഞ്ഞ സ്ഥലത്ത് നബി തങ്ങൾ ദുആ ചെയ്ത സ്ഥലത്ത് ഒരു പള്ളി വന്നു. അതാണ് മസ്ജിദുൽ ബഗ്ല എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രിയമുള്ളവരെ, അതുപോലെ പല സ്ഥലങ്ങളിലും മസ്ജിദുൽ ആയിഷ, മസ്ജിദ് അബൂബക്കർ, മസ്ജിദ് ഉമർ, മസ്ജിദ് ഉസ്മാൻ, മസ്ജിദ് അലി, മസ്ജിദ് ഫാത്തിമ, മസ്ജിദ് ബിലാൽ, സ്വഹാബത്തിന്റെ ഒക്കെ പേരിൽ പള്ളികൾ ഉണ്ടാവും. അള്ളാഹു അവിടേക്കൊന്ന് പോകാൻ ഭാഗ്യം തരട്ടെ. അള്ളാഹു മദീന ഒന്ന് കാണാൻ ഭാഗ്യം തരട്ടെ ഇൻഷാ അല്ലാഹ്. ഇന്ന് നമ്മൾ പറഞ്ഞത് പള്ളികളാണ്. നാളെ നമുക്ക് പറയാനുള്ളത് പരിശുദ്ധമായ മദീനയുടെ ചുറ്റും കുറെ കിണറുകളുണ്ട്. മുത്തുനബി തങ്ങൾ ദുആ ചെയ്ത, മുത്തുനബി തങ്ങൾ തുപ്പിയ, മുത്തുനബി തങ്ങൾ മന്ത്രിച്ച, മുത്തുനബി തങ്ങൾക്ക് കിട്ടിയ തേൻ ആ കിണറ്റിലേക്ക് ഒഴിച്ച, ഇന്നും മദീനയുടെ കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കിണറുകളൊക്കെ ഇന്നും കാണാം ഇൻഷാ അല്ലാഹ്. അതിന്റെ കഥകളുമായി നാളെ നമുക്ക് കണ്ടുമുട്ടാം. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ, കേൾക്കാൻ രസമുള്ള, കേട്ടിട്ടില്ലാത്ത ചരിത്രങ്ങൾ മനസ്സിലേക്ക് എത്തിക്കുന്ന ഈ ബദറിൻ തീരം ചരിത്ര കഥകൾ എന്ന ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഉംറയ്ക്കൊക്കെ പോകുമ്പോൾ ഇതിൽ ഉപകാരപ്പെടും. അള്ളാഹു ഭാഗ്യം തരട്ടെ. നമുക്കത് പോയി കണ്ടൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാകണം. അള്ളാഹു ഭാഗ്യം തരട്ടെ ഇൻഷാ അല്ലാഹ്. ഇതുപോലെയുള്ള നല്ല നല്ല കഥകൾക്കായി നമുക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇതൊക്കെ നമ്മുടെ മക്കളെ കേൾപ്പിച്ചു കൊടുക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പുതിയ ഒരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.